നമസ്കാരം. മാത്സ് അല്ലെങ്കിൽ കണക്ക് ഒട്ടേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ വേറിട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ്. മറ്റുള്ള സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും, ഏകദേശം ഒട്ടുമിക്ക കുട്ടികൾക്കും ഇത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമാണ്. ഇതിന് പ്രത്യേകിച്ച് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിന്റെ കാരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ അതിലോട്ടൊന്നും ഇന്ന് പോകുന്നില്ല. ഈ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ കാര്യമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. മാത്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലയിടത്തും ചെന്നിട്ട് കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ ഇത്തിരി വലിയവരുടെ ചെന്നിട്ട് ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും. ഷൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചൊരു എന്തെങ്കിലും ഇപ്പൊ എല്ലാവരും കൂടിയിരിക്കുന്നു, ഒന്ന് സമയം കളയണം. ഓക്കെ, കുറച്ച് മാത്സ് ട്രിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ടൈമിനെ, അവിടുത്തെ ആ അന്തരീക്ഷത്തിനെ നല്ല രസകരമാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഈ പറയുന്ന ആളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം മക്കളെ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇത് എല്ലാ മത്സര പരീക്ഷകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാം, ഇപ്പൊ ഏത് കാര്യത്തിനും ഒരു മത്സര പരീക്ഷ ഉണ്ടാവും. അതിനുള്ളിൽ കണക്ക് എന്ന് പറയുന്നത് പ്രത്യേക സ്ഥാനമാണുള്ളത്. അപ്പൊ അതിനുള്ളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 5 കൊണ്ടുള്ള ഹരണം, മീൻസ് ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് കേൾക്കുമ്പോഴേ ആർക്കും അത്ര രസകരമേ അല്ല. ഡിവൈഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുടെ എണ്ണം ഒത്തിരി കൂടുതലാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ ഡിവിഷൻ നന്നേ പാടാണ്. അപ്പോൾ അവനെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണേ. ഇപ്പൊ നമുക്ക് 23/5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും സമയം എടുക്കും. ഇല്ലെങ്കിൽ 34/5 ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്ററിന്റെ സഹായം തേടും. ഇനി അതിന്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് മീൻസ് 10 സെക്കൻഡ്സുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റും. ഇനി 1, 2, 3, 4/5 ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന വഴികളാണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കണം. അപ്പൊ 23/5 എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡിൽ പോയി ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അതിന്റെ ആവശ്യമില്ലാതെ ചെയ്യുന്ന വഴി നോക്കണം. നിങ്ങൾ 23 ഒരു 2 അക്ക നമ്പറാണ് അല്ലെ, 2 ഡിജിറ്റ് നമ്പറാണ്. ഇതിന്റെ ഇരട്ടി എടുക്കാൻ എളുപ്പമല്ലേ? 23ന്റെ ഇരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 23ന്റെ ഇരട്ടി എത്ര മോനെ? 46. ശരിയല്ലേ? 3ന്റെ ഇരട്ടി 6, 2ന്റെ ഇരട്ടി 4. അങ്ങനെ എടുക്കാം കേട്ടോ, സെപ്പറേറ്റ് എടുക്കാം. അപ്പൊ 23ന്റെ ഇരട്ടി 46. ഒരക്കം ഇടത്തോട്ട് മാറ്റി ഒരു പോയിന്റ് കൊടുത്താൽ മതി. ആൻസർ ആയി മോനെ 4.6. നിങ്ങളുടെ വേണമെങ്കിൽ കാൽക്കുലേറ്റർ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവനെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അല്ലെ. 34/5 എന്ന് പറയുമ്പോൾ 4ന്റെ ഇരട്ടി 8, 3ന്റെ ഇരട്ടി 6. അപ്പൊ 34ന്റെ ഇരട്ടി എല്ലാവർക്കും 66, 68. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. 4ന്റെ ഇരട്ടി 8, 3ന്റെ ഇരട്ടി 6. അങ്ങനെ ഇടുക കേട്ടോ. എന്നിട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു ഡിജിറ്റ്, അപ്പൊ ഒരു ഡിജിറ്റ് മാറ്റി കുത്തിടുമ്പോൾ 6.8. അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 1, 2, 3, 4/5 എന്തെളുപ്പമെന്ന് നോക്കണം. 4ന്റെ ഇരട്ടി 8, 3ന്റെ ഇരട്ടി 6, 2ന്റെ ഇരട്ടി 4, 1ന്റെ ഇരട്ടി 2, ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ്. ആൻസർ 246.8. ഓക്കെ, വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇച്ചിരി വലിയ നമ്പർ ഒക്കെ നോക്കാം. 35, 2, 4, 7/5 വലിയ നമ്പറാണ്. പേടിക്കണ്ട, നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. വലിയ നമ്പർ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശ്രദ്ധ വേണം. ഓക്കെ, നമുക്ക് ആദ്യം ഓരോ ഡിജിറ്റിന്റെ ഇരട്ടി എടുക്കാം. 7ന്റെ ഇരട്ടി എത്ര മോനെ? 14. സിസ്റ്റം എത്ര ഉണ്ട്? 1. 4ന്റെ ഇരട്ടി എത്ര? 8. 8ഉം ഈ സിസ്റ്റം കൂടി ചേരുമ്പോൾ 9. 2ന്റെ ഇരട്ടി എത്ര മോനെ? 4. ഓക്കെ ആണല്ലോ. 5ന്റെ ഇരട്ടി എത്ര മോനെ? 10. 10ന്റെ 0 ഇടുക, 1 സിസ്റ്റം. ഓക്കെ, 3ന്റെ ഇരട്ടി എത്ര മോനെ? 6. 6ഉം ഈ 1 ചേരുമ്പോൾ 7. ഒരു ഡിജിറ്റും ഇടത്തോട്ട് മാറ്റുമ്പോൾ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഏത് വലിയ നമ്പറിനെയും നമുക്ക് വളരെ നിഷ്പ്രയാസം 5 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഒരെണ്ണം കൂടെ കാണിച്ചുകൊണ്ട് ഇവനെ നമുക്ക് വിടാം. ഓക്കെ, ഇന്ന് നോക്കെ ചുമ്മാ നമ്പർ 47, 24, 38/5. ഓക്കെ, നോക്കണം, നമ്മൾ പ്രാക്ടീസ് ശരിയാണ്. ആദ്യം 8 ആണ്. 8ന്റെ ഇരട്ടി എത്ര മോനെ? 16. സിസ്റ്റം 1. ഓക്കെ, 3ന്റെ ഇരട്ടി എത്രയാണ്? 6. 6 1 7. 4ന്റെ ഇരട്ടി 8, 2ന്റെ ഇരട്ടി 4, 7ന്റെ ഇരട്ടി 14, സിസ്റ്റം 1. 4ന്റെ ഇരട്ടി 8 1 9, ഒരു ഡിജിറ്റ് മാറ്റുമ്പോൾ ആൻസർ തീർന്നു. ഓക്കെ,
അപ്പൊ ഇനി ഇവന് വളരെ ഈസിയായി. ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര വലിയ നമ്പർ വന്നാലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളതാവും. ഇനി ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് വേണം. ഓക്കെ, ഇനി മറ്റൊരു ചെറിയ കാര്യം കൂടെ നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ നോക്കുകയെ 42 ഇൻറ്റു 15 നമുക്ക് ഈ 15 കൊണ്ടൊക്കെ ഗുണിക്കുക. ഇതൊക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ 15 തന്നെ വരണോ? നമ്മുടെ ഒരു മത്സര പരീക്ഷയാകുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു പ്രത്യേകതയുള്ള ക്വസ്റ്റ്യൻസുകളെ അവർ ചോദിക്കത്തുള്ളൂ. കാരണം അത് നമുക്ക് ഒരിക്കലും എഴുതി ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനോ പറ്റില്ലെന്നറിയാം. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് അവിടെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പ്രത്യേകതയുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം പഠിച്ചോണം. ഓക്കെ, അതിൽ കൂടെ നമ്മുടെ സ്കില്ല് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ 42 ഇൻറ്റു 15 എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. 42 ഇൻറ്റു 15 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42 എഴുതുക, അതിന്റെ പകുതി എത്ര മോനെ? 21. ശരിയല്ലയോ? 2 പകുതി. അപ്പൊ 2ന്റെ പകുതി 1, 4ന്റെ പകുതി എത്ര? 2. 2ഓടെ കൂട്ടുമ്പോൾ എത്ര? 3 എഴുതി. 4 2 6 എഴുതി, ഒരു 0 കൊടുത്തു, ആൻസർ ആയി. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടി? 630. നിങ്ങൾ നോക്കിക്കേ, 42 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 5 ഗുണം 2 10 ശിഷ്ടം 1, 5 ഗുണം 4 20 1 21, 1 ഗുണം 2 2, 1 ഗുണം 4 4, 0 3 6 30, 630 ആയി. കണ്ടല്ലോ. അടുത്തത് 34 ഇൻറ്റു 15. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചോണ്ട് 34ന്റെ പകുതി താഴോട്ട് എഴുതും. 34ന്റെ പകുതി എത്ര മോനെ? 17 ആണല്ലോ. 2ഓടെ കൂട്ടുമ്പോൾ 7 4 11 ശിഷ്ടം 1 51 കിട്ടി. നിങ്ങളൊരു 0 കൂടെ കൊടുക്കുക, ആൻസർ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി. 15 ഗുണം 4 60 6, 15 ഗുണം 3 45 6 51. ഒറ്റയടിക്ക് ഇൻറ്റു ചെയ്തേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കിക്കോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 27 ഇൻറ്റു 15 ചെയ്യുമ്പോൾ പ്രശ്നമാകത്തില്ലേ? ശരിയല്ലേ? 27 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എടുക്കുമ്പോൾ അവിടെ ഒരു പോയിന്റ് ഒക്കെ വരും ഇല്ലേ? 27ന്റെ പകുതി 13 പോയിന്റ് ഒക്കെ വരത്തില്ലയോ? നോക്കണം. അപ്പൊ 27 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 27ന്റെ പകുതി എത്ര മോനെ? 13.5, 13.5. ശരിയല്ലേ? 27ന്റെ പകുതി 13.5 ഇനി നമ്മൾ ഈ കൂട്ടുമ്പോൾ എത്ര കിട്ടും മോനെ? ഈ 5 ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് 5 താഴോട്ടിറക്കി. 7 3 10 ശിഷ്ടം 1, 1 2 3 1 4. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതി, 0 കൊടുക്കണ്ട, അത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ 0 കൊടുത്തിരുന്നു. അപ്പൊ പോയിന്റ് ഇവിടെ വരുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്ട്രാ 0 കൊടുക്കണം. ഇവിടെ പോയിന്റ് വരുന്നെങ്കിൽ ഈ 5 അതേപോലെ നോക്കി എഴുതി പോയിന്റ് പിന്നെ 0 കൊടുക്കണ്ട എന്നേ ഉള്ളൂ. വേറെ നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ 63 ഇൻറ്റു 15. ഓക്കെ, 63 ഇൻറ്റു 15 ചെയ്യണമെങ്കിൽ നമുക്കറിയാം 63ന്റെ പകുതി എടുക്കുമ്പോഴേ അറിയാം പോയിന്റ് വരും. ശരിയല്ലയോ? 60ന്റെ പകുതി എത്ര മോനെ? 30. 3ന്റെ പകുതി എത്ര മോനെ? 1.5. അപ്പൊ 30 1.5 31. അതാണ് അതിന്റെ പകുതി, 31.5. ഓക്കെ, നമ്മൾ ഇനി കൂട്ടുമ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അത് അതേപോലെ താത്തിറക്കണം. 3 1 4, 6 3 9, ആൻസർ 945. ഇതേപോലെ ഈ 0 ഇവിടെ കൊടുക്കാതിരുന്നാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് 2 ട്രിക്സ് അടിപൊളിയായിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ഇനി ഇത് പ്രാക്ടീസ് ചെയ്ത് വിതിൻ സെക്കൻഡ്സ് 5 സെക്കൻഡ്സ് കൊണ്ടൊക്കെ ചെയ്ത് ഏത് വലിയ നമ്പറിനെ എത്തിക്കണം എന്നെങ്കിലും നിങ്ങളിപ്പോൾ വളരെ വലിയ എൻട്രൻസുകളൊക്കെ പഠിക്കാൻ പോകുന്നവരും അല്ലാതെ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇത് നല്ലപോലെ പ്രയോജനപ്പെടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾക്ക് എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു. കാരണം പല കുട്ടികൾക്കും മാത്സ് ഒരു ഇൻട്രസ്റ്റ് അല്ലാതെ പോകുന്നതുകൊണ്ട് പഠിക്കുന്നില്ല. ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ വിടില്ല. ഓക്കെ, ഗുഡ് ബൈ.